അലങ്കോലമായി കിടക്കുന്ന എൻ്റെ ഒരു ക്രാഫ്റ്റ് പെട്ടി നമുക്കൊന്ന് ഓർഗനൈസ് ചെയ്യാം. ക്രാഫ്റ്റ് റൂം തന്നെ ഉണ്ടായിരുന്ന ഞാനിപ്പോൾ ഒരു ക്രാഫ്റ്റ് പെട്ടിയിലോട്ട് മാറിയിരിക്കുകയാണ്. ഹോസ്റ്റലിൽ പോയതിനു ശേഷം എൻ്റെ എല്ലാ അല്ലറച്ചില സാധനങ്ങളെല്ലാം കൂടെ ഈ ഒരു പെട്ടിയിലാക്കി വെച്ചിട്ടാണ് ഞാൻ പോയത്. നാട്ടിൽ വരുമ്പോൾ എടുക്കുന്ന വർക്കിൻ്റെയും കുറച്ച് ഹാമ്പേഴ്സിൻ്റെ ഫ്ലവേഴ്സ് എല്ലാം കൂടെ ഇനി ബാക്കിയുള്ള കുറച്ച് സാധനങ്ങൾ മാത്രമാണ് ഈ ഒരു പെട്ടിയിലുള്ളത്. ഒരുപാട് സ്റ്റിക്കേഴ്സ് കട്ടൗട്ട് ഉണ്ടായിരുന്നു കേട്ടോ, ക്യാപ്ഷൻ കൊടുക്കാനും കസ്റ്റമൈസ് ചെയ്ത ഫ്രെയിമിനൊക്കെ വേണ്ടിയുള്ള. അതെല്ലാം കൂടെ ഒരു പെട്ടിയിലാക്കി വെച്ചു. ഞാൻ കട്ടൗട്ട്സ് എടുക്കുന്നത് കസ്റ്റമൈസ് ചെയ്ത് എൻ്റെ ഇഷ്ടത്തിനാണ് എടുക്കുന്നത്. കുറച്ച് ഫ്ലവേഴ്സ് ബാക്കി ഉണ്ടായിരുന്നു, അതൊക്കെ ഒരു കവറിലാക്കി വെച്ച്. ഇതൊരു റിബൺ എടുത്ത് വെക്കാൻ പറ്റുന്ന ഒരു ബെസ്റ്റ് ഹാക്കാണ് കേട്ടോ. എൻ്റെ വാപ്പച്ചി പറഞ്ഞതാണ്. ഹാക്ക് എന്നൊന്നും പറയാൻ പറ്റത്തില്ല. എന്തെങ്കിലും ഒരു റൗണ്ട് പോലത്തെ ഒരു റോഡ് എടുത്തിട്ട് അതിൽ നമുക്ക് ബാക്കി വരുന്ന റിബൺസ് എടുത്ത് വെക്കാം. നോർമൽ റിബൺസ് വരുന്ന പോലെ നമുക്ക് ഇതെടുത്ത് വെക്കാൻ പറ്റത്തില്ല, അതൊന്ന് പെട്ടെന്ന് അഴിഞ്ഞു പോകും. പക്ഷേ ഈ ഒരു ഐഡിയ നല്ലതാണ്. ഈ ഒരു ബോക്സ് ക്ലീൻ ചെയ്തപ്പോൾ എനിക്ക് മിസ്സായ ഒരുപാട് സാധനങ്ങൾ തിരിച്ചിട്ടോ, അതിൻ്റെ ഹാപ്പിയാണ് എനിക്കുള്ളത്. ഇനി വേറൊരു ഹാക്ക് പറഞ്ഞുതരാം, എല്ലാവരും ചെയ്യുന്നതാണ്. നമ്മുടെ പ്രിൻസും പിന്നെ പേപ്പർ റാപ്പ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന പേപ്പേഴ്സും കാര്യങ്ങളും ഞാൻ യൂസ് ചെയ്യുന്നത് ബെഡിൻ്റെ അടിയിൽ വെച്ചാണ് കേട്ടോ സ്റ്റോർ ചെയ്യുന്നത്. ഇപ്പോൾ എത്ര കാലം കഴിഞ്ഞാലും ഇത് ഇതേപോലെ തന്നെ നിൽക്കും കേട്ടോ. ഇതിൻ്റെ കൂടെ ഒരു ഹാമ്പർ വർക്കും കൂടെ നടപ്പുണ്ടേ. അതിന് വേണ്ടി സാധനം എടുക്കാൻ വേണ്ടി കയറിയപ്പോഴാണ് എൻ്റെ പെട്ടി ഇത്ര ശോചന അവസ്ഥയാണ് ഞാൻ മനസ്സിലാക്കിയത്.